വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചിലവിട്ട കാശുകളെക്കുറിച്ച് അല്ലെങ്കിൽ ചിലവാക്കാൻ പോകുന്ന വേണ്ടിവരുന്ന കാശിനെക്കുറിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വിവാദമായിരിക്കുകയാണ്. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരുടെയും ജസ്റ്റിസ് ശ്യാംകുമാറിന്റെയും ബെഞ്ചിലാണ് വിവാദമായ അഫിഡവിറ്റ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ഈ അഫിഡവിറ്റ് വായിച്ചാൽ മനുഷ്യത്വമുള്ള ആരും ഞെട്ടിപ്പോകും. കാരണം അത്രയ്ക്ക് ഞെട്ടിക്കുന്ന കണക്കുകളാണ്, ചെലവിന്റെ കണക്കുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ ചൂരൽമലയിലെയും മുണ്ടികയിലെയും ഒരു മൃതദേഹം, ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപയാണ് ചിലവിട്ടിരിക്കുന്നത്. അങ്ങനെ 359 മൃതദേഹങ്ങൾ അടക്കം ചെയ്യാനായി 2.77 കോടി രൂപ ചിലവിട്ടെന്നാണ്. വിവിധ പാർട്ടികളിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും നാട്ടുകാരുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഹാരിസണിൽ നിന്ന് എടുത്ത ലാൻഡിലാണ് കുഴികൾ വെട്ടി അവരെ കൂട്ടമായി അടക്കം ചെയ്തത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു കൂട്ട സംസ്കാരം നാം ഒരിക്കലും കണ്ടിട്ടില്ല. സർവമത പ്രാർത്ഥനയോടെയാണ് ആ അന്ത്യകർമ്മങ്ങൾ നിറവേറ്റിയത്. അപ്പോൾ അതിന് 2.77 കോടി രൂപ ചിലവിട്ടു എന്ന് പറഞ്ഞാൽ കുഴിവെട്ടാൻ വന്നവർക്ക് കൊടുത്തതാണോ, ആർക്ക് കൊടുത്തതാണ്? സത്യത്തിൽ ഇത് കണ്ടാൽ മരിച്ചവർ എത്ര ഭാഗ്യവാന്മാർ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അത്രയ്ക്ക് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ടോർച്ച് വാങ്ങാനും മഴക്കോട്ടുകൾ വാങ്ങാനും 2.98 കോടിയാണ് ചിലവിട്ടത്. ജനറേറ്ററിന് 7 കോടി ആണ് ചിലവിട്ടിരിക്കുന്നത്. DNA തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്താനായിട്ട് 3 കോടിയാണ്. റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ 8 കോടിയാണ് ചിലവിട്ടിരിക്കുന്നത്. അവർക്ക് വസ്ത്രം വാങ്ങാൻ 11 കോടിയാണ് ചിലവിട്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, കേരളത്തിൽ നിന്നും പുറത്തു നിന്നും വന്ന വസ്ത്രങ്ങൾ കൂമ്പാരമായി ഇപ്പോഴും അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. മുഖ്യമന്ത്രി അന്ന് പറയുക പോലും ചെയ്തു, അത്തരത്തിൽ ആരും ഒന്നും എത്തിക്കേണ്ടതില്ല, ഭക്ഷണമോ വസ്ത്രമോ മറ്റ് സംഗതികളോ ഒന്നും വേണ്ട, എല്ലാം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അതെല്ലാം ലംഘിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനത്തിലുള്ള സാമഗ്രികൾ, വസ്ത്രങ്ങൾ, കുടിവെള്ളം, അങ്ങനെ എല്ലാം നമ്മുടെ മനുഷ്യർ അവിടെ എത്തിച്ചിരുന്നു. അതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്നിട്ടാണ് ഈ കണക്കുകൾ. താമസം, അതായത് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം താമസിക്കാനായി 15 കോടി ചിലവിട്ടു എന്നാണ്. സന്നദ്ധ പ്രവർത്തകർക്കും മറ്റും താമസിക്കാനായി 15 കോടി. അവിടെ 15 കോടിക്ക് ഒരു മാസം താമസിക്കാൻ 15 കോടി എന്തിനാണെന്ന് നമുക്കറിയില്ല. ഡ്രോണും റഡാറും വന്നതിന് 3 കോടിയാണ് ചെലവിട്ടിരിക്കുന്നത്. JCBയും ഇറ്റാച്ചിയും എല്ലാം ഉപയോഗിച്ചതിന് 15 കോടിയാണ്. ചികിത്സയ്ക്കായി 8 കോടിയാണ്. ജനറേറ്ററിന് 8 കോടിയാണ് ചിലവിട്ടിരിക്കുന്നത്. എയർലിഫ്റ്റിംഗ്, ഈ മൃതദേഹങ്ങൾ എയർലിഫ്റ്റിംഗിലൂടെ, അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ, പരിക്കേറ്റവരെ കൊണ്ടുവന്നതെല്ലാം എയർലിഫ്റ്റ് നടത്തിയതിന് 17 കോടിയാണ്. ജലവിതരണം, മിനറൽ വാട്ടർ നൽകിയതിന് 3 കോടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഈ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ വേണ്ടി നൽകിയ നിവേദനമാണ്. ആ നിവേദനത്തിലെ കണക്കുകൾ ചിലവിട്ട കണക്കുകളായി പറയരുത് എന്നാണ്. പക്ഷെ ഈ അഫിഡവിറ്റിൽ ആക്ച്വൽ എന്ന് കാണിച്ചുകൊണ്ടാണ് പല കണക്കുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോ ചത്തുപോയവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് നാളെ വരാനിരിക്കുന്ന ചെലവ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇനി വല്ല കർമ്മങ്ങളും നടത്താനാണോ? അപ്പൊ ആ പറയുന്ന തുകയൊക്കെ ആക്ച്വൽ ചെലവ് തന്നെയാണ്. ഇപ്പൊ കുടിവെള്ളം വിതരണം ചെയ്തത് ആക്ച്വൽ ചെലവ് തന്നെയല്ലേ? ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു, അതിന് കാശ് കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്.
JCBകളും ഇറ്റാച്ചിയും എല്ലാം പ്രവർത്തിച്ചു, അതിന് കാശ് നൽകി എന്നാണ് പറയുന്നത്. ഇതൊന്നും ആന്റിസിപ്പേറ്റഡ് എമൗണ്ട് എന്ന് പറയാൻ കഴിയില്ല. നിവേദനത്തിലെ കണക്കുകൾ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളാനുമാവില്ല. എന്തു പറഞ്ഞാലും ഈ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഇത്തരം ദുരന്തവുമായി ബന്ധപ്പെട്ടായാലും എന്ത് കാര്യങ്ങൾക്കായാലും അവർ ചിലവിടുന്നത് നമ്മുടെ നികുതി വരുമാനത്തിൽ നിന്നാണ്. നാം ഓരോരുത്തരും നൽകുന്ന നികുതി വരുമാനം കൊണ്ട് തന്നെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഈ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശങ്ങളിൽ നിന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. അതുകൂടി കണക്കാക്കിയാൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസവും എല്ലാം നടത്താൻ നമ്മുടെ സർക്കാരിന് കഴിയും. എന്തായാലും ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രതിപക്ഷവും BJPയും നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ എന്നെല്ലാം പറയുന്നത് മനുഷ്യരെല്ലാം ബുദ്ധിയില്ലാത്തവരോ പൊട്ടന്മാരാണോ എന്ന് പറയുന്നതിന് തുല്യമാണ്.